ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ടൈം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇതേ കാറിലേക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുള്ളത് ഉമ്മയുടെ വീട്ടിലാണ്, അക്കോട് ഉമ്മയുടെ വീട്ടിലാണ്. ഞങ്ങളിപ്പോൾ പാലക്കാട് പോകാൻ വേണ്ടി പോകണം. ഉമ്മയുടെ അനിയത്തിയുടെ വീട് പാലക്കാടാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നാളെ തന്നെ റിട്ടേൺ വരും. വന്നത് വാൽപ്പാറ ത്രൂ ആണ് വന്നത്. അപ്പോൾ നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുൾ വാൽപ്പാറയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും റിട്ടേൺ വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ലഗേജും ഞങ്ങളുടെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 കാറായിട്ടാണ് പോണത്. ഈ പ്രാവശ്യം നമ്മുടെ ബ്രദറൊക്കെ ഉണ്ട്, ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം പോയതാണ് വാൽപ്പാറ, അപ്പോഴാണ് പോയതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഇപ്പുറം ഇരിക്കണം വാപ്പിയാണ് കേട്ടോ, ഉമ്മയുടെ വാപ്പിയാണ്. പിന്നെ ഇപ്പുറം ഉമ്മയുടെ ഉമ്മയാണ്. പിന്നെ ബാക്കിൽ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. We are going to പാലക്കാട്. കാറിൽ ആരൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്, അപ്പൊ നമുക്ക് ഫ്രണ്ടിലുള്ളവരെ കാണാം. പക്ഷേ ഇല്ലേ, ക്യാമറ തിരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഈ വീഡിയോയിൽ ആരൊക്കെയാന്ന് വെച്ചാൽ കുട്ടി നോക്കൂ. എന്താണ് നമ്മുടെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പാലക്കാടൊക്കെ എത്തിയത് ഒരു 3.5 മണിക്കൂറൊക്കെ അതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റാണ് എത്തിയത്. അങ്ങനെ വീടെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറയാം നാളെ രാവിലെ ഒരു 6 o'clock ഇറങ്ങാനാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്കിന്ന് നാളത്തെ വീഡിയോയിൽ കാണാം. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കൂടെ സിസ്റ്ററിൻ്റെ മോളാണ് ടൈറക്കുട്ടി ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പാലക്കാട് എത്തി, കുഞ്ഞുമാട് അവിടെ എത്തി. ഞങ്ങളപ്പോൾ വാൽപ്പാറയിലേക്ക് പോവുകയാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വൺസ് അഗൈൻ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ബൈ, സ്വാഗതം ബൈ, സ്വാഗതം ബായ് കൊടുക്ക്. പോണ് എവിടെ പോണ്? ലുലു പോണ്. ടാറ്റ കൊടുക്കുക എല്ലാവർക്കും. നോക്ക്, ഇതിലേക്ക് നോക്കാൻ ആൻറ്റിയുടെ ഫോണിലേക്ക്. ടാറ്റ ബൈ. ഒരു മോടുക്ക് ഷപ്പു. ഫ്ലൈങ് കിസ് കൊടുക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി ഇപ്പോൾ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് വേലൂസ് ടീ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ വേലുച്ചേട്ടൻ്റെ കട. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പാലക്കാടുള്ളവർക്ക് ഈ ഒരു സ്പോട്ട് നല്ല ഫെമിലിയർ ആയിരിക്കും. ഇവിടുത്തെ ചമ്മന്തിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇഡ്ഡലി ആയിരുന്നു. ബാക്കിയുള്ളവർ ദോശ സംഭവങ്ങളൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇലയിലാണ് കേട്ടോ, പ്ലേറ്റിൽ ഇലയിലാണ് വെച്ചിട്ട് കൊടുക്കുന്നത്. ഫേമസ് ആയ ചമ്മന്തി എന്ന് പറഞ്ഞത് എണ്ണയിലെന്തോ മിക്സ് ചെയ്തിട്ടൊക്കെ തന്നെ ഒരു സംഭവമാണ്. നമ്മുടെ ചമ്മന്തിയെക്കാട്ടി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. തക്കാളിയൊന്നും അല്ല ടേസ്റ്റ്, വേറെ എന്തോ ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഇതൊരു കുഞ്ഞി കടയാണെങ്കിലും ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്രഷും ടേസ്റ്റിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇവിടെ പാലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇങ്ങനെ ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് വീഡിയോ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നേരിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. ഓരോ വീട്ടിലും അവരെ പാത്രത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന സംഭവം കേട്ടോ. നമ്മുടെ പാക്കറ്റ് പാലൊക്കെയാണല്ലോ മേടിക്കണത്. ഇങ്ങനത്തെ ഇതൊന്നും കണ്ട് ശീലമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിലൊക്കെ കയറി. അപ്പോൾ ഒരു കാറിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് പോകാന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക വീക്ക്നെസ് ആണ്. എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബുമാണ്. ഇനിയും ആരെങ്കിലുമൊക്കെ കാറിൽ കയറാനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ സ്ഥലം ഒപ്പിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഇനി വാൽപ്പാറയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബാക്കിൽ അവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മൂസ് ഇങ്ങനെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അവളുടെ അങ്ങനെ വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വേഗം ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ മൊത്തം പാട്ടും ഇതൊക്കെയായിരുന്നു കേട്ടോ.
അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്പോട്ട് എത്തി. ഞങ്ങൾ അങ്ങനെ നിർത്തി. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാനൊക്കെ വേണ്ടി. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ നിർത്തി. അപ്പോൾ നോക്കിയപ്പോഴാണ് റോഡിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് നമുക്കിങ്ങനെ പുളിമരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മരത്തിലാണെങ്കിൽ നോക്കിയപ്പോൾ ഇലകളൊന്നും ഇല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പുളി മാത്രമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബാക്കി കുറച്ച് പേരൊക്കെ ഇറങ്ങി. അപ്പോൾ അക്കു 2-3 പുളി എടുക്കായിരുന്നു കേട്ടോ, ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി. അക്കുക്ക് പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന. ഈ വാളംപുളിയല്ല, ഇപ്പോൾ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ പുളി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ വളരെ കുറച്ച് മാത്രം എടുത്ത് ഞാനൊക്കെ ഒരു സീഡ് മാത്രമൊക്കെ കഴിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഇനിയും രാത്രി വരെ കാറി തന്നെ ഇരിക്കാനുള്ളതാണ്, എങ്ങാനും സീനായി പോയാൽ പണി കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് അതൊക്കെ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ചൂട് സമയത്താണ് ഈ പോയിട്ടുള്ളത്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും പുളി അവിടെ നിന്ന് കിട്ടി മരത്തിന്ന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ റിട്ടേൺ വീണ്ടും പൊക്കോണ്ടിരിക്കണേണ്. തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വാൽപ്പാറ എന്ന് പറയുന്നത് ശരിക്കും ഒരു റോഡ് ട്രിപ്പാണല്ലോ. നമുക്ക് ശരിക്കും കാണാനുണ്ട് കേട്ടോ, റോട്ടിലാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നല്ല ചൂടുള്ള സമയത്താണ് പോയിട്ടുള്ളതെങ്കിലും നമുക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്യില്ല, നിറച്ച് മരവും കാടൊക്കെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടിട്ടായിരുന്നേ പോയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു ഈ ഫോട്ടോസ്. ഇവരെ പറഞ്ഞില്ലല്ലോ, നോക്കട്ടെ എന്നെ കാണിച്ച്. നീയൊക്കെ ഇവിടെ പോയാ. സോ ഇന്നത്തെ നമ്മുടെ ഈ വാൽപ്പാറ വ്ളോഗിൻ്റെ ഒട്ടുമിക്ക സീക്വൻസസും ഞാൻ ഓൺ വോയിസിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. കാരണം അങ്ങനെ കേൾക്കുമ്പോൾ നല്ലതായിരിക്കും. മീൻസ് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞൊക്കെ കാണുമ്പോൾ മെമ്മറീസ് ഒന്ന് ചെറിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആയിട്ട് ഞാനപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല, സംസാരമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഓൺ വോയിസിൽ തന്നെ. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ ചെയ്യാമെന്നപ്പോൾ വിചാരിച്ചു. അപ്പോൾ ദേ വാൽപ്പാറ ഇനിയും 28 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് 40 എയർ പിൻസ് ആണല്ലോ ഉള്ളത്. ഐ തിങ്ക് 40 or 41 അത്രയാണ് എയർ പിൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഫുൾ റോട്ടിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങി നല്ല രസമുണ്ട്. എല്ലാവരുമായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ ചൂടും ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ മരമൊക്കെ ആയതുകൊണ്ട് ചൂടും വലിയ കാര്യത്തിൽ ചൂടില്ലാന്ന്, ഒട്ടും ചൂടില്ലാണ്ടും ഇല്ല കേട്ടോ. വലിയ കാര്യത്തിൽ നമ്മൾ വിചാരിച്ച അത്രയും ചൂട് അങ്ങനത്തെ പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ജേർണി ആയിരുന്നു ഈ തവണത്തേതും. അങ്ങനെ വന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് വാട്ടർഫോൾസിലേക്കായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നതുകൊണ്ട് ആ ഒരു സ്പോട്ടിൽ എത്തിയപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. മുന്തിരി റൗണ്ട്സിന് വരുന്നു. സോ ഞങ്ങൾ ഈ സ്പോട്ടിൽ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഈ മരത്തിലൊക്കെ ഒരു ചെറിയ ചെറിയ വയലറ്റ് പൂക്കൾ ഉണ്ടാകും. അപ്പോൾ ലാസ്റ്റ് ടൈം എടുത്ത പിക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ പോയപ്പോഴത്തേക്കും ഇപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കാം വാട്ടർഫോളൊന്നും ഇല്ല, ഫുൾ ഡ്രൈ ആയിട്ടിരിക്കണമായിരുന്നു. പിന്നെ അതേന് ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്ന ഫ്രൂട്ട്സും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ഷോപ്പ് പോലും ഇല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് എടുത്ത ഫോട്ടോസ്. ബാക്കി എല്ലാവരും നേരെ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഒറിജിനൽ ഓഡിയോ തന്നെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോസും എൻ്റെ കൂടെയും കപ്പിൾ ഫോട്ടോയും ഫാമിലി ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഫോട്ടോഷൂട്ടായിരുന്നേ.
ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര വെള്ളവും ഇവിടെ ഒരു ബ്ലൂ കളറിന് പൂവൊക്കെ ഉണ്ട്. അതിന്റെ ഫോട്ടോസ് ആ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ അറ്റാച്ച് ചെയ്യാം. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ ഇപ്പം ആകെ പോയി, പൂവൊന്നുമില്ല. ഓരോ സീസണാണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട്. കൊരങ്ങന്റെ കുഞ്ഞിനെ അത് കെട്ടിപ്പിടിച്ചേക്കണോക്ക് അതല്ല എന്റെ കാട്ടി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തണത്. കയ്യിൽ കൊടുക്കും മാമ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോയി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് പോകും. അത്ര നമുക്ക് പീസ്ഫുൾ വൈബും നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ടാണ് കേട്ടോ സൂപ്പർബ്. അപ്പോൾ ഇത് നമ്മുടെ തേയിലത്തോട്ടക്കാർ താമസിക്കണ ഒരു ഫാമിലി ആയിട്ട് താമസിക്കണ ലൈം എന്നാണ് കേട്ടോ ഇതിനെ പറയണത്. അവരുടെ ഒരു വീട് ഓരോരോ കോർണറായിട്ടാണ് അവരുടെ ഇങ്ങനെ ലൈം വന്നത്. പിന്നെ അങ്ങനെ ഞങ്ങടെ പോയി ലാസ്റ്റ് ഒരു ടോപ്പ് ഏരിയ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിർത്തി. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയപ്പോഴത്തേക്കുമാണ് ഈ മക്കാക്സിനെ കണ്ടത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അതേപോലെ അവിടുത്തെ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ ആനനെ കണ്ടിട്ടുണ്ടായി. ഇത്ര അടുത്തൊന്നുമല്ല, ഒരു എയർപിൻ താഴെ ലോങ്ങിലാണ് കണ്ടിട്ടുണ്ടായത്. അവിടെ അതെങ്ങനെ ഫോറസ്റ്റുകാരുണ്ടായി. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വാർണിംഗ് ഉണ്ട്, ഇവർ ഫീഡ് ചെയ്യാൻ പാടില്ല, പിന്നെ അടുത്തേക്കൊന്നും അങ്ങനെ പോകാൻ പാടില്ല. ഏത് നിമിഷവും ഇവർ വെച്ചാൽ വൈൽഡ് ആനിമൽസ് അല്ലേ, കാട്ടിലുള്ള ഇതല്ലേ. ഇപ്പോൾ എപ്പോഴാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ മേത്തേക്ക് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാമെന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്ന് ഓരോ ഫോറസ്റ്റുകാരുണ്ടാവട്ടെ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്നും നോക്കി ഇങ്ങനെ നിന്ന് പിന്നെ അതേന് ഞങ്ങൾ ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലത്തെത്തി, ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയും കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണാണ്. ഈ ഒരു സ്ഥലത്തെ ഷോപ്പൊക്കെ അവൈലബിൾ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയാൽ നമുക്കിനി ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലഞ്ചൊക്കെ എല്ലാവരും വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തീരാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫോണൊക്കെ ചാർജ് കുത്തി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞത്. റൈസൊക്കെ ഇതിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ മീൽസ് ആർന്നേ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവർ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. എനിക്ക് ഇവിടുത്തെ ചോറ് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ അരിയല്ല, പൊന്നിയരി എന്ന് പറഞ്ഞ സംഭവം അത് എനിക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചു. പക്ഷേ ചോറ് ഈ ഒരു ടൈപ്പ് ചോറായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാകും, പക്ഷെ ഞങ്ങൾ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും റൈസ് അത്ര സുഖമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റിവർ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ 6 മണിക്കുള്ളിൽ നമുക്ക് കേരള ബോർഡർ കിടക്കണം. അപ്പോൾ അതിന് ആ ഒരു ഉള്ളിലെ സമയം കൊണ്ടിട്ട് അത്യാവശ്യം അടുത്തുള്ള വാൾപ്പാറിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സ്പോട്ട്സിലൊക്കെ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അടുത്തത് പോകാൻ വേണ്ടി പോണത് കുഴങ്കൽ റിവർ എന്നായിരുന്നു പേര്. അവിടെ അത്യാവശ്യം വെള്ളത്തിലൊക്കെ ഇറങ്ങാം എന്നുള്ള രീതിയായിരുന്നു കേട്ടോ കേട്ടിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇതുവരെ കാണാത്ത ക്രൗഡായിരുന്നു. വെള്ളത്തിൻ്റെ അവിടെയൊക്കെ നമുക്കിനി പോകാൻ പോലും പറ്റില്ല, അത്ര ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. ഇത് കണ്ടില്ല, ഭയങ്കര ക്രൗഡായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്പോട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു
അടുത്തതൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാം. നല്ലമുടി വ്യൂ പോയിന്റ് കാണാൻ പോവാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ റിവറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ വേറൊരു റിവറും കൂടി ഉണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡ് ഉണ്ടായില്ലെങ്കിൽ ഇവിടെയും നിറച്ച് ക്രൗഡ് ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾ ഏതായാലും ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇറങ്ങാനും പോണില്ല. അപ്പോൾ ഏതായാലും വ്യൂ പോയിന്റ് കാണാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ നല്ലമുടി വ്യൂ പോയിന്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൂട്ടൊക്കെ ചോദിച്ചും പിന്നെ മാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ പോണ വഴികളൊക്കെ നമുക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പോണ വഴികളൊക്കെ. ഫുള്ളിങ്ങനെ തേയിലത്തോട്ടമാണ്. പിന്നെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകണം. അതാണ് വാൽപ്പാറയുടെ മെയിൻ തിങ് എന്ന് പറയുന്നത്. ഒരു റോഡ് ട്രിപ്പാണ് സംഭവം. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഫുള്ളൊരു റോഡ് ട്രിപ്പാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോണ വഴി മഴക്കാറ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ഇപ്പം പെയ്യോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കണമായിരുന്നു. മഴ പെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് ആ വ്യൂ പോയിന്റിലൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് നടന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ടീ ഫാക്ടറിയും പിന്നെ ഞാൻ പറയല്ലേ തേയിലത്തോട്ടക്കാർ താമസിക്കണ ലൈം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മിങ്ങനെ ഹൈറ്റിലേക്കാണല്ലോ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹൈറ്റിലേക്കാണല്ലോ പോയിട്ടുള്ളത്. അപ്പം നമുക്ക് താഴത്തെ ഇങ്ങനത്തെ വ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നേ കാണാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നല്ലമുടി വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. പെർ ഹെഡ് ഐ തിങ്ക് 80 റുപ്പീസ് സംതിങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് പേര് മാത്രം ഉള്ളിലേക്ക് വന്നിട്ടുണ്ടല്ലോ. കുറച്ച് നമ്പർ കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ട് കുറച്ച് പേര് മാത്രം ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഈവനിങ് 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നല്ലമുടി വ്യൂ പോയിന്റിലേക്കാണ് പോകണം. അവിടെ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഇവിടെ മൊത്തം ഇങ്ങനെ തേയിലത്തോട്ടമാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് മൊത്തം തേയിലത്തോട്ടമാണ്. അപ്പോൾ ആ വ്യൂവും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് കുറേ പേരുണ്ട് കേട്ടോ. അത് എല്ലാവരും ഫ്രണ്ടിൽ പോകണമെങ്കിലേ നോക്കിക്കാ നല്ല അടിപൊളി വ്യൂ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട കോടയും ഇതൊക്കെ ആയിട്ട് ആരാ എന്നെ കാണാൻ കണ്ടു കഴിഞ്ഞ് മടങ്ങി വന്ന വഴി നേരിയതായിട്ട് മഴ പെയ്ത് തുടങ്ങണുണ്ടായിരുന്നേ. മഴ എങ്ങാനും ശക്തിയായിട്ട് പെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ നടന്ന് അങ്ങനെ കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നല്ലൊരു ഹെവി മഴ പെയ്തത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചിനി പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടാൽ നമുക്ക് അവിടെ ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ്. വേറെ ഇനി ഞങ്ങൾ ഇത്രയും ഈ 2 സ്പോട്ടൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് ഈ വഴിയൊന്നും നമ്മൾ വന്നിട്ടുണ്ടായി നല്ലമുടി വ്യൂ പോയിന്റ് ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടായില്ല. പിന്നെ ആ റിവറിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതിന് മുന്നേ വന്നപ്പോഴും. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ബസ് റൂട്ടാണ് കേട്ടോ. ഇവിടെ ചില സമയം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോരോ സമയത്ത് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ തിരിച്ച് ഈ ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോഴേക്കും ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിർത്തിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ചായയൊക്കെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഒരു ഇങ്ങനെ താഴ്ച പോലെയാണ്. വീണാൽ തീർന്ന്. അങ്ങനെ ഫോട്ടോ വെച്ചട്ടെ, ചിരിച്ച് സെൽഫി എടുക്കട്ടെ. പറ. അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ഷോപ്പ് എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ നാടൻ സംഭവങ്ങളൊക്കെയാണല്ലോ, നാടൻ പഴവും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ അവിടെ തേൻ വിൽക്കണുണ്ടായിരുന്നു കേട്ടോ. 2 ടൈപ്പിലുള്ള തേനുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞത് വൻതേനോ ചെറുതേനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നോക്കി പിന്നെ അടുത്തത് പോയിട്ടുള്ളത് ഡാമിലായിരുന്നു കേട്ടോ. ഡാമിലാണെങ്കിലും ഒരു തരി വെള്ളമില്ല. ഫുള്ളിങ്ങനെ വറ്റി വരണ്ടിരിക്കണമായിരുന്നു. ആകെ കുറച്ച് വെള്ളം കണ്ടത് ആ റിവറിലായിരുന്നു. പക്ഷേ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡ് കാരണം വെള്ളത്തിലേ ഇറങ്ങിയിട്ടില്ല കേട്ടോ. വാൽപ്പാറ വണ്ടി തവണ വെള്ളത്തിലേ ഒന്ന് കാല് നനക്കാൻ പോലും വെള്ളത്തിലിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഡാം. നോക്കിക്കേ ഡാമിൻ്റെ അവസ്ഥ, വെള്ളമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെയും ഫുൾ ട്രാവലിംഗ് കേട്ടോ. ഫുൾ കാറിൻ്റെ ഉള്ളിലായിരുന്നു.
സോ ഇവിടെ നിന്നും ഞങ്ങളുടെ ജേണി ഇതേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് സമയം നമ്മൾ കേരള ബോർഡർ കടക്കണമെന്നുള്ളതാണ്. കടക്കാൻ പറ്റിയില്ലെങ്കിൽ അറിയാമല്ലോ, സീനായി പോവും. അങ്ങനെ പോണ വഴിയാണ് നമ്മുടെ ഫ്രണ്ടിലെ കാറുകാർ നിർത്തിയിട്ട് നമ്മളെ കൂടെ കാണിച്ചു തന്നത് കാട്ടുപോത്ത് ഉണ്ടെന്നും പറഞ്ഞപ്പോൾ പോത്ത് അവിടെ ഫുഡല്ല പുല്ല് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അടുത്ത് പോലെയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ആനനെയൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആനനെ ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അവർ ഈ ഒരു കാറുകാരായിരുന്നു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പോണ വഴിയൊക്കെ എല്ലാവരുമായിട്ട് കളിച്ച് ചിരിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് വൈബാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു വാൽപ്പാറ ത്രൂ പോകണമെന്നുള്ളത്. ശരിക്കും ഇത് റോഡ് ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് വെഹിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരു ലൈറ്റ് പോലും ഇല്ല, അറിയാലോ കാട്ടിൻ്റെ ഉള്ളിലല്ലേ. നമ്മൾ കാറിൻ്റെ ആ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങനെ പോയി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവത്തിനെ കണ്ടത്, മ്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോസ് ചെയ്ത് നിന്ന് തന്നെ പോലെ നിൽക്കണമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാനിനെയും കണ്ടിട്ടുണ്ടായി. അത് പക്ഷേ കാറ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ആയിപ്പോയി. റിവേഴ്സ് എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും അത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നേരിട്ട് കണ്ട്, പക്ഷേ നമ്മൾ ക്യാപ്ചർ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേരള ബോർഡറൊക്കെ കടന്ന് പിന്നെയും വേറൊരു ഉൾവഴി കൂടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ വീണ്ടും പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, കാരണം കുറേ എടുക്കുമ്പോൾ കാട്ടിൽ കൂടെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അങ്ങനെ പിന്നെ ലേറ്റ് നൈറ്റായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മലബാറിലായിരുന്നു വന്നിട്ടുള്ളത്. അങ്ങനെ മന്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വാൽപ്പാറ വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.